ചേച്ചി ഒരു ചെറിയ ഡൗട്ട്. കാര്യം നമ്മളെ കല്യാണത്തിന് മുമ്പ് പായസം കുടിക്കുന്നുണ്ട്. ചില വീട്ടിൽ ഇപ്പം ഇത് ഒരു ഗ്ലാസ് പ്രഥമൻ കുടി അമ്മ കുടിക്കും, ചില ഇന്ന് ഒരു ഗ്ലാസ് പായസം കുടി. അപ്പൊ ഈ പായസവും പ്രഥമനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് സാർ? പായസവും പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഥമൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ് എന്നുള്ളതിന്റെ അർത്ഥത്തിലാണ് പ്രഥമൻ എന്ന് പറയുന്നത്. പായസം തന്നെയാണ് പായസത്തിന്റെ രാജാവ്. അങ്ങനെയാണ് അതിന്. ഇത് അറിയാതാണ് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്നത്. സത്യം അല്ല, എനിക്കറിയില്ലായിരുന്നു. ഞാൻ സത്യം വിചാരിച്ച പ്രഥമെന്ന് വിചാരിക്കുമ്പോ ശർക്കര പായസത്തിനാണ് കൂടുതലും അങ്ങനെ പറയാറ്. പാലടയ്ക്കും പാലട പ്രഥമൻ, അതെ. പാലട പ്രഥമൻ എന്നാണ് പറയുന്നത്. സദ്യയിൽ കേമൻ അല്ലെ, അതാണ് അർത്ഥം. ഇത് സംഭവം പറഞ്ഞപ്പം ഈ ഡയാനയുടെ കല്യാണം കഴിഞ്ഞിട്ടൊരു 2 മാസമേ ഉള്ളൂ. പയ്യൻ മലപ്പുറത്തുകാരനാണ്, ഡയാന ട്രിവാൻഡ്രം. അപ്പം ഡയാന വിചാരിച്ചു അവന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അവന് വിചാരിച്ചു ഡയാനയുടെ ഉമ്മ പഠിപ്പിച്ച അരിപ്പായസം വെച്ച് കൊടുക്കാം. അവന് സർപ്രൈസ്. അപ്പൊ അവൻ വർക്കുണ്ട്, ഷൂട്ടിന് പോയി. അപ്പൊ വൈകുന്നേരം വന്നപ്പം ഡയാന ഈ അരിപ്പായസം വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അരിയൊക്കെ കഴുകി അങ്ങോട്ട് കുക്കറിലൊക്കെ ഇട്ട് രാത്രി ഒരു 10:30 മണിയായപ്പോ അമീൻ വന്നു. അപ്പൊ വന്ന് പറഞ്ഞ കഥ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ കെട്ടിപ്പിടിച്ച് അവിടെ കൊണ്ട് ഇരുത്തി ഒരു പാത്രത്തിന് അങ്ങോട്ട് കോരി വെച്ച് കൊടുത്ത് ഒരു സ്പൂൺ കുടിച്ചിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി, ഡയാനെ നോക്കി, എന്നിട്ട് പറഞ്ഞു പറ എങ്ങനെ ഉണ്ട്. അപ്പൊ അവൻ പറഞ്ഞു സൂപ്പർ, ഇച്ചിരി പയറും ചമ്മന്തി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ. അപ്പൊ സംഭവം അറിയാമോ, ഇവള് വെറുതെ നിന്നാ പോലും ഉറങ്ങിപ്പോവും. ഈ അരി അടുപ്പിട്ടിട്ട് ഇവള് ഉറങ്ങിപ്പോയി. ഇതിനകത്ത് തേങ്ങ ഇടാൻ മറന്നുപോയി, പഞ്ചസാര ഇടാൻ മറന്നുപോയി, പാലൊരു എല്ലാം മറന്നുപോയി. വന്നപ്പം എടുത്തങ്ങ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ആദ്യമായിട്ട് ബർത്ത്ഡേക്ക് പയറും ചമ്മന്തി ഇല്ലാതെ കഞ്ഞി കുടിച്ചത്. അതങ്ങനെ സംഭവിച്ചു പോയി. പിന്നെ എന്റെ ഭർത്താവ് എല്ലാം സഹിക്കുന്ന ഒരാളായത് കൊണ്ട് ക്ഷമിച്ചു അല്ലേ. പിന്നെ എന്ത് കൊടുത്താലും അവൻ കഴിക്കും ചേച്ചി, കഷ്ടം. പിന്നെ നോബി ചേട്ടാ വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, അയ്യോ അത് എടുത്തില്ലല്ലോ. ഇനി ഗിഫ്റ്റ് ആണോ? ഇനി ചമ്മന്തിപ്പൊടിയല്ല, വേറെ ഒരു വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, നിങ്ങള് ഇവിടെ ശ്രദ്ധിക്കല്ലേ കേട്ടോ, അടിയിൽ പിടിച്ച് മാർക്ക് പോകും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചാൽ മതി. അതെ, ഇതോ ഇരിക്കുന്ന ആരാണ്? ഏത്? ആ മോളെ എനിക്കറിയാലോ. ഏത് രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ അവള് കുഞ്ഞിതാ. കുഞ്ഞിത് ഹലോ, നിങ്ങളെ രണ്ടുപേരെ ഹലോ ആ അറിയോ, ഓർമ്മയുണ്ടോ? ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ മാറി പാചകമൊക്കെ തുടങ്ങിയോ? വെരി ഗുഡ്. നേരത്തെ അറിയോ? അതറിയാം, ആവശ്യം ചേച്ചി. ആ വാ മോളെ പറഞ്ഞുതരാം. കൊച്ചുമായിട്ട് എന്നാ കഥ? അതെന്താ ചേച്ചിന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ അമൃതയില് ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡപ്പ് കോമഡി ഷോ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻ ആയിരുന്നു. അവിടെ കുഞ്ഞ് വന്നിട്ടുണ്ട്. കുഞ്ഞായിരുന്നു കേട്ടോ, ഇപ്പൊ നല്ല വലുതായി. മോളെ പേര് പറ. അമൃത. ചേച്ചി, ഇത് അമൃതയും അമൃതയുടെ അമ്മയും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഞങ്ങള് വന്ന് കയറി അവിടെ നിന്ന്. അപ്പൊ അവിടെ വന്നിട്ട് ബ്രിജിറ്റ് പറഞ്ഞു, ഡയന ആ നിൽക്കുന്ന കുട്ടിയെ അറിയാമോ? ആ കുട്ടി ഡയാനയുടെ കൂടെ നമ്മുടെ അമൃതയിലെ സ്റ്റാൻഡപ്പ് കോമഡിയിലുള്ളതാണ്. ആണോ എന്ന് പറഞ്ഞ് ഡയാന ശരി പ്രശ്നമുള്ള ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴേ കുഞ്ഞ് ഏലക്ക എടുക്കാൻ അങ്ങ് താന്നു. അമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ഏത് ആ രണ്ടാമതിരിക്കുന്നു? ആ അറിയാം, വളർന്നു പോയി കേട്ടാ. ഞാൻ പറഞ്ഞ് അത് അമ്മയാണ്, മോള് പിന്നേക്ക് പാട് കൊച്ചു സൂര്യ ഉദിക്കും പോലെ ഏലക്ക കൊണ്ടുപോയി. ഇവളുടെ ഫേസ് കൊണ്ട് ഒരു കുട്ടി പെട്ടെന്ന് ഇത്രയും വലുതായി പോയെന്ന് ചിന്തിച്ചു. സ്വാഭാവികം. മോളെ കൊച്ച പായസം വെക്കുന്നുണ്ട്. അതാണ് ഇതൊക്കെ എപ്പോ സംഭവിച്ചു? സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പിന്നും പാചകമാണ് ഏറ്റവും നല്ലതെന്ന് കൊച്ചിന് മനസ്സിലായി അല്ലേടാ? ഏത് പായസമാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ടാക്കുന്നേ? ചക്കപ്രഥമൻ. എനിക്ക് വേണ്ടി ഒരു മിനിറ്റ്, ഇപ്പൊ ഞങ്ങള് വിശ്വസിക്കണേ, എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡപ്പ് പറയോ? ആ പറയൂ. പാറ അവിടെ നിൽക്കൂ. അത് കഴിയുമ്പോ പാർവതിയുടെ സ്റ്റാൻഡപ്പ് കോമഡി. ഓക്കെ, എന്നാ റെഡി അമൃതക്കുട്ടി? ഓക്കെ. Namaskaram. I am Amrita Anilkumar, daughter of Anilkumar. Note the point, daughter of Anilkumar. My class is 5C Nedunnam. My Instagram page Kunyatte 7064. Note the point, Kunyatte 7064. ഇതോടുകൂടി ഇംഗ്ലീഷ് നിർത്തി. ഇത് തന്നെ പഠിച്ചത് 3 ആഴ്ച കൊണ്ട്. ഏതെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മൈ ഹോമീസ് കടുകുവാർ തന്നെ. ഞാനിവിടെ എത്താൻ കാരണം കുട്ടികൾക്ക് പൊതുവെ വിലയില്ല എന്നുള്ളൊരു പ്രതികാരതകയായിട്ടാണ്. കുട്ടികളുടെ നിലയിൽ കയറി വന്നപ്പോഴേ ഒരു പടക്കം കൈയടിത്തറിയാമായിരുന്നു. ഇന്നലെ ആന്റിമാരൊക്കെ വന്നപ്പം കൈയടിച്ച് ചോര വന്ന അങ്കിൾമാരെയൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ ഇപ്പൊ എവിടെയാണോ? ഒരു ദിവസം സ്കൂളിൽ പരീക്ഷ ഇട്ടു.
ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് 0 ആണ്. ഞങ്ങളുടെ നാട്ടിൽ അതിന് മുട്ടയെന്നും പറയും. ആ മുട്ടയെ മേടിച്ചുകൊണ്ട് ഞാൻ കയറി വന്നപ്പോൾ അമ്മയും പറയും, മുട്ടയെ മേടിച്ചുകൊണ്ട് കയറി വന്നിരിക്കുന്നു പൊട്ടി എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയാൻ ഇനി ഒന്നുമില്ല. അന്ന് രാത്രി അപ്പ ജോലിയും കഴിഞ്ഞ് വന്നപ്പോൾ അപ്പ മുട്ടയെ മേടിച്ചുകൊണ്ട് വന്നില്ലെന്ന് പറഞ്ഞാൽ അപ്പായ നല്ല വഴക്ക്. നാളെ കൊച്ചിന് സ്കൂളിൽ കൊടുത്തു വിടാനുള്ളതാണ്, നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്ക്. ഒരു ദിവസം ടീച്ചർ എന്നോട് പറഞ്ഞു, എല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു ഡസ്റ്റർ വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഞാൻ അപ്പയോട് പറഞ്ഞു, അപ്പ അടുത്ത ആഴ്ച സ്കൂളിൽ പോകുമ്പോൾ എനിക്കൊരു ഡസ്റ്റർ വാങ്ങിച്ചു തരാൻ. അപ്പ എങ്ങാണ്ട് ബാങ്കിൽ പോയി 10 ലക്ഷം രൂപ ലോണും എടുത്ത് ഒരു ഡസ്റ്റർ കാറും വാങ്ങിച്ചോണ്ട് വന്നു. ടീച്ചർ പറഞ്ഞു ബോർഡ് തൂക്കും ഡസ്റ്റർ. അപ്പ വാങ്ങിച്ചോണ്ട് വന്ന് ഇരുന്ന് പോകും കാറ്. അപ്പൊ കാരണത്തിരിപ്പുണ്ടോ വെളിയിലുണ്ടോ? ഇനിയിപ്പം ഉണ്ടാക്കിയ പായസം എങ്ങനെയുണ്ടെന്ന് ചേച്ചി പറയും. തീർച്ചയായും സാറ് പറയും. സാറേ കോമഡി ഇഷ്ടപ്പെട്ടല്ലോ സാറേ മോളുടെ? തീർച്ചയായിട്ടും ഇത്രയും ചെറിയ പ്രായത്തില് ഇത്ര ആൾക്കാരെ കയ്യിലെടുക്കാന്ന് വെച്ചാൽ അതൊരു ഭയങ്കര കഴിവ്. സൂപ്പർ അമൃതക്കുട്ടി, താങ്ക് യു. ഓക്കെ മോളെ, താങ്ക് യു. ഡയാന മറ്റേ ഒരു സാധനം കൊണ്ടുവന്നു ചേച്ചി. അവര് ആദ്യം അവിടെ പിടിച്ചു ചേർത്തി, പിന്നെ ഇവിടെ പിടിച്ചു ചേർത്തി, ഇപ്പൊ ഇവിടെ വന്നപ്പം ഈ കലേഷ് പിടിച്ചു ചേർത്തി. അത് തരുന്നില്ല. എന്തുവാ? അയ്യോ അതൊന്ന് തരുമോ ചേച്ചി ഒന്ന് പറയും, ചേച്ചി അതൊന്ന് തരാൻ പറയും. ഇവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒന്ന് തരുമോ? അതെ ചേച്ചി കലിപ്പ, ചേച്ചി അലമ്പാക്കി ഇവിടെ. പിന്നെ അല്ലാതെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ല ബാഗാന്നല്ലേ നല്ല ബാഗും. എനിക്കാണോ? പാത്രമാകുമ്പോ എനിക്കാ. നോബി ഞാൻ വരാം. എന്തോ ഉണ്ടാക്കി കൊണ്ടുവന്നായിരിക്കും. കാലിയാണ്. ഓ ഇച്ചിരിച്ച തന്നെങ്കിൽ ഞങ്ങൾ രണ്ടുകൂടെ ആ റബ്ബറും കാട്ടിലിടയിൽ ഇച്ചിരി കുടിച്ചിട്ട് വീട്ടിൽ പോകായിരുന്നു. ഒരുപാടൊന്നും വേണ്ട, നിങ്ങളെ നിർബന്ധിക്കും പോലെ ഒത്തിരി ഒന്നും വേണ്ട, ഇവിടം വരെ മതി. അല്ല ഇവിടെ പലതരം പായസം. എങ്ങനെ ഇതിനകത്ത് ഒരു പാത്രത്തിൽ കൊണ്ടുപോകും? ഞാൻ കോക്ടയിലാക്കാം ചേച്ചി. നമുക്ക് തഞ്ചത്തില് പിന്നീട് ചോദിക്കാം. തൽക്കാലത്തേക്ക് ഇതങ്ങ് മാറ്റി ഇത് വെക്കാം. എന്നോട് പറഞ്ഞാ പോരുന്ന, ഞാൻ ഒപ്പിച്ചു തരില്ലായിരുന്നാ? പാത്രമായിട്ട് അതെ, വന്നേ. പലതരം പായസം ഒരു പാത്രത്തിൽ കൊണ്ടുപോകാൻ വന്നിട്ട് ഞങ്ങളെ നാണം കെടുത്തരുത്. അതെ ചേച്ചി ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യും, അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യും, ഇതെല്ലാം കൂടെ ഇങ്ങോട്ടല്ലേ പോണം. അതുകൊണ്ട് ഒറ്റയടിക്ക് ഒരു ലാത്തിലാത്തി ഒറ്റയടിക്ക് ഒറ്റ റിസൾട്ട് പറഞ്ഞിട്ട് അങ്ങ് പോവാം. ചേട്ടാ മതിയാക്കാം, വെറുതെ നമ്മള് നാണം കെട്ട് വന്നേട്ടാ. ചേച്ചി കുഴപ്പമില്ല, നോക്കിയതിന് ശേഷം എല്ലാം നോക്കിയിട്ട് നിങ്ങൾ എല്ലാരും കൂടി ചേർന്നിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ശകല പാത്രത്തിന്റെ അരയിടാം. ഇവിടെ ഇച്ചിരി തന്നാ മതി. റിസൾട്ട് കഴിഞ്ഞിട്ട് മതി. മതി അത്ര മതി. കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാനും കൂടെ. അപ്പൊ വേറെ പാത്രം കൊണ്ടുവരണേ. സാറേ നമസ്കാരം. അയ്യോ സാർ, ഇച്ചിരി ശാലം ആരെങ്കിലും എടുത്തു വെച്ചേക്കാം. ഓക്കെ ബൈ. ടാറ്റ.